ഞാൻ പറഞ്ഞില്ലേ എൻ്റെ 5 വയസ്സ് 6 വയസ്സുള്ളപ്പം അച്ഛനെ കൊലക്കേസിൽ പ്രതിയാക്കി ഒളിവിൽ പോയത് ഇതൊക്കെ കണ്ടു വളർന്ന എനിക്ക് എന്നെ ഈ ചീത്ത പറഞ്ഞ എവിടെ എൻ്റെ ദേഹത്ത് പോലും തൊടില്ല. അതൊരു അഹങ്കാരമല്ല, അത് ദൈവം അത് എനിക്ക് തന്നൊരു കഴിവാണ് അത് ഇതാക്കാൻ. പിന്നെ ഞാൻ ആലോചിക്കും എൻ്റെ അച്ഛൻ ഏറ്റവും സ്നേഹിച്ച ജനവിഭാഗങ്ങളാണ് എൻ്റെ ചീത്ത പറയുന്നത്. ഏറ്റവും സ്നേഹിച്ചതാണ് അച്ഛൻ. എനിക്കത് വ്യക്തമായിട്ട് അറിയാം ഇപ്പോഴും. അതുകൊണ്ട് എനിക്ക് എല്ലാവരുമായിട്ട്, ഞാൻ BJP-യിലാണെങ്കിലും ഞാൻ എല്ലാവരുമായിട്ടും സുഹൃത്ത് ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. അത് ഏത് പാർട്ടിയിലും ഉണ്ട് എനിക്ക്. മാം, അവിടെയാണ് ഞാൻ ചോദിക്കാൻ വരുന്നത്. മാമിന്റെ ഏറ്റവും വലിയ മേൽവിലാസം ഇനിയിപ്പോൾ എത്ര കാലം പ്രവർത്തിച്ചാലും അത് കരുണാകരന്റെ മകൾ എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഒന്ന് കരുണാകരൻ കോൺഗ്രസിന് ചെയ്തത് എന്താണെന്ന് അറിയാം. അതെ, കോൺഗ്രസ് ആണ് കേന്ദ്രത്തിൽ BJP-യുടെ പ്രതിപക്ഷം. അതെ. അപ്പൊ ആ ഒരു മാറ്റത്തെ അച്ഛന്റെ മകൾ എന്നുള്ള രീതിയിൽ അച്ഛനോട് അടുപ്പമുള്ളവർ ഒരിക്കലും നല്ല രീതിയിലല്ലല്ലോ അതിനെ സ്വീകരിക്കുക. അച്ഛന്റെ കണ്ടംപററീസ് ആയ ആളുകൾ ഉണ്ടാവുമല്ലോ, അവരോട് എന്താ വിശദീകരിക്കുക, അല്ലെങ്കിൽ അവരോട് എന്ത് പറയും, അങ്ങനെയൊക്കെ ആലോചിച്ചിരുന്നു? ഇല്ല, കാരണം അവരാരും എന്നെ സഹായിക്കാൻ വന്നിട്ടില്ല. ഞാൻ ഈ വിഷമിച്ച് ഞാൻ സങ്കടപ്പെട്ട് പലരുടെ അടുത്തും എല്ലാ ആൾക്കാരുടെ അടുത്തും ഞാൻ പോയിട്ടും അവരെനിക്ക് ചെവി പോലും തന്നില്ല. അവർക്കെന്ത് തോന്നുന്നു പിന്നെ എനിക്ക് തോന്നേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഒരു നമുക്ക് നോക്കാം പിന്നെ ചെയ്യാം അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അവോയ്ഡ് ചെയ്യുന്ന ഒരു രീതിയിൽ കാരണം മുഖത്തോക്കി പറയാനും വയ്യ ലീഡറുടെ മകളല്ലേ വെച്ചിട്ട്. പക്ഷേ ഉള്ളിൽ കൂടെ ചെയ്യുന്ന പ്രവൃത്തി പല കാര്യങ്ങൾ അവർ എന്നെ ദ്രോഹമല്ല അവർ ചെയ്ത്. പക്ഷേ എൻ്റെ ഈ കാര്യത്തിന് പരിഹാരം ഞാൻ പലപ്പോഴും കംപ്ലൈൻറ്റുകൾ എഴുതി കൊടുക്കും പാർട്ടിക്ക്. അത് നേരെ ചവറ്റുകൊട്ടയിലേക്ക് പോകും. ആ രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ദിവസം KPC പ്രസിഡൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം പറയും, ഇല്ലയെന്ന് അദ്ദേഹം പറയട്ടെ, ഞാൻ നേരിട്ട് ചോദിച്ചോളാം. അപ്പോൾ ആൾക്കെന്നെ വല്ലാത്ത വിഷമമായിപ്പോയി കണ്ടപ്പോൾ. ആൾ പറഞ്ഞു, ഇല്ല നീ അങ്ങനെ കരയല്ലേ. ആൾക്ക് ഭയങ്കര സങ്കടമായിപ്പോയി പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മളോട് നന്നായി പെരുമാറിയ ആൾക്കാരും ഉണ്ട് അതിൽ. അല്ലെങ്കിലും എനിക്ക് പ്രസ്ഥാനത്തിനോട് എനിക്കൊരു ദേഷ്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ നേതാക്കന്മാരെ സഹിക്കാൻ പറ്റുന്നില്ല. എന്താ സാമ്പത്തിക ഇത് എന്ത് കൊടുത്താലും പൈസ കൊടുത്താൽ സ്ഥാനം കിട്ടുക, പൈസ കൊടുത്ത് കോർപ്പറേഷനിലെ സീറ്റുകൾ വിൽക്കുക, ഇതെല്ലാം കണ്ണുകൊണ്ട് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തലയ്ക്ക് പ്രാന്തായി. ഞാൻ ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്സ് കണ്ടു വളർന്ന ആളല്ല. എൻ്റെ മുമ്പിലിരുന്ന് കണക്ക് പറഞ്ഞ് കോർപ്പറേഷന് പൈസ വാങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയൊന്നും എൻ്റെ അച്ഛൻ പണ്ട് നോക്കാറ് വർക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ സ്ഥലത്ത് നല്ല പേരാണോ അയാൾക്ക്, ഇതൊക്കെയാണ് അച്ഛൻ്റെ മാനദണ്ഡങ്ങൾ. പാർട്ടിക്ക് വേണ്ടി എത്ര കാലം വർക്ക് ചെയ്തു, ആ സ്ഥാനത്ത് ഒരു പണിയെടുക്കാത്ത പല ആൾക്കാരും വന്നിട്ട് ഇത്ര പൈസ കൊടുക്കുമ്പോൾ സീറ്റ് കൊടുക്കണ രീതി, അതൊന്നും ഈ കോൺഗ്രസ് പാർട്ടിക്ക് ചേർന്നതല്ല. അതാണ് ഈ പാർട്ടിയുടെ നാശത്തിന് കാരണം ഇപ്പോഴത്തെ. പിന്നെ തമ്മിൽ എന്താ വഴക്ക്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഗ്രൂപ്പിന് നമ്മൾ ആരെങ്കിലും ഒരു അതെ, അത് കഴിഞ്ഞ് പിന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെയും രമേശ് ചെന്നിത്തലയും. ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ ഓരോ നേതാക്കന്മാർക്ക് ഓരോ ഗ്രൂപ്പാണ്. അല്ല, ഞാൻ ജില്ലാതലത്തില് ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഷാഫി പറമ്പലിന് ഒരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഗ്രൂപ്പ്, VD സതീശന് ഒരു ഗ്രൂപ്പ്, അങ്ങനെ തന്നെയാണെന്നാണോ? രാഹുൽ മാങ്കൂട്ടം ഷാഫി ലിങ്ക് ആണല്ലോ. അങ്ങനെ, അതായത് സ്വയം പ്രൊമോട്ട് ചെയ്യണം അവർ, പാർട്ടീനെ അല്ല പ്രൊമോട്ട് ചെയ്യണം, വ്യക്തികളെയാണ് പ്രൊമോട്ട് ചെയ്യണത്. പ്രസ്ഥാനത്തിന് ആർക്കും വേണ്ട. പ്രസ്ഥാനം എന്നിൽ കൂടെ വേണേൽ വളർന്നാൽ മതി എന്നാണ്, അല്ലാണ്ട് പ്രസ്ഥാനത്തിൽ കൂടെ ഞാൻ വളരുക എന്നല്ല ഇവരുടെ ആറ്റിറ്റ്യൂഡ്. അപ്പം അതൊക്കെ കോൺഗ്രസിനെ വല്ലാണ്ട് ക്ഷീണിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ വന്ന ആളുകൾ നേതാക്കന്മാർ കയ്യിൽ പൈസ ഉണ്ടോ, നമുക്കൊരു 5 കൊല്ലം കൊണ്ട് കോൺഗ്രസ്സിൽ നല്ല നേതാവാം. സോഷ്യൽ മീഡിയ എല്ലാ വഴിയും സാധാരണക്കാരനത് പറ്റില്ലല്ലോ. സോഷ്യൽ മീഡിയയിൽ കൂടെ എത്ര പൈസ വേണമെന്ന് നമുക്കൊക്കെ അറിയാം. പിന്നെ സോഷ്യൽ മീഡിയയിൽ കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് ഒരു പ്രത്യേക മതവിഭാഗക്കാരെയാണ് കൂടുതൽ. പൊതുവേ അവരെന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ ഗൾഫിൽ നിന്നുള്ള ഇത്, പിന്നെ ആ ഇൻഫ്ലുവൻസ്, ഇതൊക്കെ വെച്ചിട്ട് BJP-നെ എന്തോ ഒരു വെറുക്കപ്പെടേണ്ട ഒരു ഇതാണ് എന്ന് കോൺഗ്രസ് അവരുടെ തലയിൽ പറഞ്ഞിങ്ങനെ കയറ്റിയിരിക്കുകയാണ്. കാരണം അവരുടെ നിലനിൽപ്പാണ്, അവരെ കുറ്റം വേണ്ട കാര്യമില്ല, അവരുടെ നിലനിൽപ്പാണ്. അവരുടെ കൂടെ ഇപ്പോൾ വേറെ ആരും ഇല്ല പറഞ്ഞ മാതിരി. അപ്പം അതിൻ്റെയൊക്കെ പ്രതിഫലനമായിട്ടാണ് ഈ പക്ഷേ ഇപ്പം ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി BJP-യാണ് എന്തെങ്കിലും ഞങ്ങൾക്ക് പറഞ്ഞാൽ ചെയ്യുന്നത് എന്നൊരു തോന്നൽ വന്നപ്പോൾ വോട്ടുകൾ ഇങ്ങോട്ടേക്ക് വന്നു തുടങ്ങി. അതിന് BJP-യുടെ ദേഷ്യം വന്നിട്ട് കാര്യമില്ല. ഞാൻ പറയാം, ഇപ്പോൾ സുരേഷ് ഗോപി നമുക്ക് മനസ്സിലാക്കാം. ഇനി ശരി, സിനിമയുടെ ആ ഒരു ഇത് വെച്ചിട്ടാണ് എന്തുകൊണ്ടാണ്
1 മാസം കൊണ്ട് രാജീവ് ചന്ദ്രശേഖരന് എത്ര വോട്ട്? 99,000 വോട്ട് കഴിഞ്ഞ പ്രാവശ്യം ശശി തരൂരിന് കിട്ടുന്ന സ്ഥലത്ത് ഇപ്രാവശ്യം 16-17 കുറഞ്ഞു. അതെങ്ങനെ? എങ്ങനെയാണ് ആറ്റിങ്ങൽ വി മുരളീധരൻ എത്ര വോട്ട് പിടിച്ച്? ശോഭ എങ്ങനെയാണ് എത്ര വോട്ട് പിടിച്ച്? അപ്പോൾ ആ വോട്ടിൻ്റെ ശതമാനം നല്ലോണം ജനങ്ങൾ BJPയിലേക്ക് വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് കോൺഗ്രസ്സിന് ഈ ഒരു മരത്തെന്താ വൃത്തികേട് അവരെ കൊണ്ട് പറയിപ്പിക്കാനും, ഈ സാധാരണ ആളുകൾക്ക് എന്താ അറിയാം, ഒരു നേതാക്കന്മാർ പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കണം. കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. ഇപ്പോൾ ഗൾഫിലേക്കൊക്കെ നമ്മുടെ ഒരു നേതാവ് വന്നാൽ അവരുടെയൊക്കെ ഒരു സന്തോഷം, അവരെന്തോ ഒരു ദൈവത്തിനെ കാണുന്ന മാതിരിയൊക്കെ അവർ. അപ്പോൾ അവർ പറയണത് അവർ വിശ്വസിക്കും. ബാക്കി എന്താണ് സത്യം എന്ന് പോലും അവർ ആലോചിക്കണില്ല. ഈ സാധാരണക്കാരുടെ തെറ്റിദ്ധാരണ പറ്റി പറഞ്ഞപ്പോൾ ചോദിച്ചോട്ടെ, മാമിനാണ് ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് സാധാരണക്കാരുടെ മാമിന് ഒരുപാട് ധനമുണ്ട്, അച്ഛൻ്റെ ഇൻഫ്ലുവൻസ് വെച്ച് വളരെ സുഖലോലിപിയായിട്ടാണ് ജീവിച്ചു വന്നിട്ടുള്ളത്, വലിയ സാരി കളക്ഷൻ, ആഭരണ കളക്ഷൻ, ഇങ്ങനെയുള്ള ആരോപണങ്ങൾ. ഇത് പലതവണ മാം തന്നെ ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചിട്ടും ഇത് വന്നുകൂടുന്നുണ്ട്. റിച്ച് പൊളിറ്റീഷ്യൻ ആണ്, അങ്ങനെ ഒരു മുഖം വന്നുപോയി. അത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരു ബാധ വന്നതാണ് പ്രശ്നം? ഉണ്ട്, എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പം ഈ ഉടുത്ത സാരിക്ക് 1,700 രൂപയുള്ളൂ. ഞാൻ ഉടുക്കുന്ന പല സാരികളും 1000-ന്. പക്ഷെ എനിക്ക് നല്ല സെലക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. പിന്നെ ഗോൾഡ് ഞാൻ ഇടുകയില്ല. എൻ്റെ ദേഹത്ത് നിങ്ങൾ കണ്ട ഏതെങ്കിലും, എൻ്റെ ഈ വള പോലും ഗോൾഡല്ല, ഈ മാല മുത്തുമാല അല്ല, ഇത് ഗോൾഡല്ല. എൻ്റെ ആകെയുള്ളത് ഗുരുവായൂരപ്പൻ്റെ ഒരു മോതിരം, ഇത് മാത്രമാണ് ഗോൾഡ്. ഗോൾഡിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. എൻ്റെ കല്യാണത്തിൻ്റെ ഫോട്ടോയിൽ കണ്ടാൽ പോലും അറിയാം, ഒരു മാലയും ഒരു ലോങ് മാലയും മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പം ഇതൊക്കെ എന്താ വെച്ചാൽ എൻ്റെ നിറം അതൊരു വലിയ ഇഷ്യൂ എനിക്ക്. ഞാനൊരു ദിവസം പറഞ്ഞത് കരി വരുത്തിച്ചിട്ട് ഇറങ്ങിയാലോ എന്ന്. കാരണം എന്താ പറയുക, അതായത് എനിക്ക് എൻ്റെ നിറം കിട്ടിയത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ നിന്നാണ്. എൻ്റെ അച്ഛൻ്റെ അമ്മ ഭയങ്കര കളറാണ്, ഞാനൊന്നും അതിൻ്റെ അടുത്ത് എത്തില്ല. ഞാൻ പറയും ഇരുട്ടത്തിരുത്തിയാൽ മതി. അതെ. അപ്പം അതിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഏത് മോശം സാരി ഉടുത്താലും അത് എടുത്തിങ്ങനെ കാണിക്കും, മനസ്സിലായി? അപ്പം സാരി കളക്ഷൻ എന്ന് പറഞ്ഞാൽ ചിലവർക്ക് ആർക്കെങ്കിലും എന്തിനോടെങ്കിലും ഇഷ്ടം ഉണ്ടാവില്ല. എനിക്ക് തുണികളോട് ഇഷ്ടമാണ്, ഗോൾഡിനോട് എനിക്ക് ഒരു താല്പര്യവുമില്ല. പിന്നെ എൻ്റെ അച്ഛൻ പണക്കാരനല്ല, അതാദ്യം മനസ്സിലാക്കണം. എൻ്റെ അച്ഛൻ ഒരു കറപ്ഷനും ഇല്ലാത്ത ഒരാളായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ജനിക്കുമ്പോൾ ഞാൻ MLA ആയതുകൊണ്ട് ആ സുഖ സൗകര്യങ്ങളും അതെന്നെ എൻ്റെ ചേട്ടന് കിട്ടിയിട്ടില്ലേ, മനസ്സിലായ? എൻ്റെ ഹസ്ബൻഡിനുള്ളതിനേക്കാളും സാമ്പത്തിക സ്ഥിതി ചേട്ടൻ്റെ ഭാര്യ വീട്ടിലുണ്ട്, മനസ്സിലായ? പിന്നെ എൻ്റെ അച്ഛൻ നല്ല വൃത്തിയിൽ ഡ്രസ്സ് ചെയ്ത് നടക്കുന്ന ഒരാളാണ്, ഉള്ള വെള്ള ഡ്രസ്സ്. എൻ്റെ അമ്മയ്ക്ക് അങ്ങനെയില്ല. ആ സ്വഭാവം മുരളിയേട്ടന് കിട്ടി, അച്ഛൻ്റെ സ്വഭാവം എനിക്ക് കിട്ടി, അതേ ഉള്ളൂ. ഞാൻ അതിൻ്റെ നല്ല വെൽ ഡ്രസ്ഡാണ് എപ്പോഴും. പക്ഷെ ഗോൾഡില്ല, ആ ഗോൾഡ് വിട്ടേക്ക് ഞാൻ ഗോൾഡേ ഇടില്ല പൊതുവെ. വല്ല കല്യാണങ്ങൾക്ക് പോകുമ്പോൾ ബന്ധുക്കളുടെ മാത്രം ഇടും എന്നല്ലാണ്ട് ഗോൾഡിനോട് എനിക്ക് ഒരു പ്രാന്തവും ഇല്ല. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഇതാ ഈ ഒരു വാച്ചിൻ്റെ നടക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് 1000 എത്രയേ ഉള്ളൂ എൻ്റെ വാച്ചിൻ്റെ വില. പക്ഷെ ഞാനത് ഇട്ട് കഴിഞ്ഞാൽ 1 ലക്ഷം 2 ലക്ഷം ആയിപ്പോവും. അതാണ് പ്രശ്നം. എൻ്റെ ഈ നിറാണ് എൻ്റെ പ്രശ്നം, അതെനിക്കറിയാം. പല സ്ത്രീകളും പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം അവസാനം എൻ്റെ കൂടെ നടന്ന രാഷ്ട്രീയ പ്രവർത്തകർക്ക് മനസ്സിലായി എൻ്റെ ഒറിജിനൽ കളറാണ്. അപ്പോൾ അവരെന്നിട്ട് പറഞ്ഞു, നടന്ന് ചേച്ചി വീണ്ടും വെളുത്തു, ഞങ്ങളൊക്കെ കറുത്തു എന്ന്. അപ്പോൾ വേറെ ആൾ പറഞ്ഞു, അതെ ചേച്ചി ഒറിജിനലാന്ന് ഇപ്പം മനസ്സിലായില്ലേ. അപ്പം തൃശ്ശൂരുകാർക്ക് ഇപ്പം എന്നെ അറിയാം നന്നായിട്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ തെറ്റിദ്ധരിക്കപ്പെട്ട. കഴിഞ്ഞോട്ട് ഇലക്ഷൻ വന്നപ്പോൾ മാമിന്റെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ സുഹൃത്തായിരുന്നു, അനൂപ് എന്നാണ് എൻ്റെ പേര്. അപ്പോൾ പറയുന്നത് നമ്മൾ ഒരുപാട് ടാൻ അടിക്കുന്നുണ്ട്, ചേച്ചിക്ക് ടാൻ അടിക്കുന്നില്ല. അതെ, ഫോട്ടോഗ്രാഫേഴ്സ് അത് പറയും. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും, ചേച്ചി ഞങ്ങൾ ലൈറ്റ് ഇത്തിരി കുറയ്ക്കട്ടെ എന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ പറയും, എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല, എൻ്റെ നിറം ആൾക്കാർ കാണുന്നതുകൊണ്ട് എന്താ പ്രശ്നം, എനിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പം ഞാൻ പറയും, മുഖത്ത് എന്തെങ്കിലും ചെയ്യും, എൻ്റെ കയ്യും കാലൊക്കെ ഒന്ന് നോക്കും, അതിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനത്തെ രീതിയിൽ ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു. അത് ഞാൻ ക്ലിയർ ചെയ്യാനും പോയിട്ടില്ല. ഞാനൊരു എന്താ പറയുക, രാഷ്ട്രീയത്തിൽ അത് പാടില്ല എന്ന് പറയും. ഞാൻ ഒത്തിരി ആൾക്കാരെ സഹായിക്കുന്നതും പാവപ്പെട്ടവർക്ക് വീട് വെച്ച് ഒന്നും ഞാൻ കൊടുത്തില്ല. അതായത് അത് എനിക്ക് പറ്റിയൊരു തെറ്റാണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മാത്രമല്ല മാം, ഇപ്പം അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് തന്നെയാണ് ഇപ്പോൾ 33-34 കൊല്ലമായിട്ടുള്ള സ്റ്റാഫൊക്കെയാണ്. അവര് മാമിന്റെ കൂടെ നിൽക്കുന്നുണ്ടെന്ന് പൊതുസമൂഹം അറിഞ്ഞതുപോലെ വന്ന് ജോൺ ബ്രിട്ടാസ് ആയിട്ടുള്ള ഒരു അഭിമുഖത്തിന്റെ ഭാഗമായിട്ടാണ്. അതിനുശേഷം അത് എവിടെയും വന്നിട്ടില്ല. പക്ഷെ വേറെ 2 വയസ്സായപ്പോൾ വന്ന ആൾക്കാർ വരുന്നുണ്ട് എൻ്റെ കൂടെ. അപ്പോൾ അന്ന് വരുമ്പോൾ ആൾക്ക് 10-14 വയസ്സേ ഉള്ളൂ. അപ്പം ഞാൻ അവരുടെയൊക്കെ ബർത്ത്ഡേ ഒക്കെ ഞാനിവിടെ ആഘോഷിക്കും. കാരണം ഇത്രയും കൊല്ലമായിട്ട് നമ്മുടെ കൂടെ വന്നതല്ലേ. ഇപ്പം ട്രിവാൻഡ്രത്തെ വീട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്താ കാരണം,
അവർ അച്ഛൻ്റെ കൂടെ ജീവിച്ച് അവർക്ക് വേറെ ലോകം അറിയില്ല. ഉം, ഉം. ഒരു പ്രായമായപ്പോഴല്ലേ അച്ഛൻ മരിക്കണം, അവരൊക്കെ ഞാൻ അവിടെ ശമ്പളം കൊടുത്ത് ഫുഡും കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. അത് കാരണം അച്ഛനെ നോക്കിയതിൻ്റെ ഒരു നന്ദിയുണ്ട് എൻ്റെ മനസ്സിൽ. അവർ പൊന്നുപോലെ എൻ്റെ അച്ഛനെ നോക്കിയിട്ടുള്ളത്. ഉം, ഉം. പക്ഷെ ഇതൊന്നും ഞാൻ ആരുടെ അടുത്തും ടി വിയിലും, ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്, പക്ഷെ എന്നാൽ അത് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ഞാൻ അതിലിടില്ല. ഞാൻ മറ്റേ കൊറോണ സമയത്ത് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ലാപ്ടോപ്പ്, മൊബൈല്, ഞാൻ കുറേ മൊബൈലൊക്കെ കൊടുത്തു. എനിക്ക് ചിരി വന്നത് വേറെ അദ്ദേഹം വന്നിട്ട് ഒരു മൊബൈൽ കൊടുത്തത് ഭയങ്കര വൈറലായി. അപ്പം എല്ലാവരും എൻ്റെ ചേച്ചി എത്ര, അപ്പം ഞാൻ പറഞ്ഞു ഒരാളുടെ ദാരിദ്ര്യം നമ്മൾ മുതലാക്കരുത്. പാവപ്പെട്ട കുട്ടികളല്ലേ വന്ന് ഇതാക്കണേ. ഞാൻ കൈ കൊണ്ട് തൂക്കിയിട്ട് എൻ്റെ കൂടെ ഒരു സ്റ്റാഫും കൂടിയിട്ട് ഓണ സമയത്ത് ഞാൻ കോളനികളിൽ കിറ്റ് കൊടുക്കാൻ പോകും. ഞാൻ തന്നെ പൈസ, എൻ്റെ കയ്യിൽ തന്നെ പൈസ. എല്ലാവരും അല്ല, ഞാൻ പൈസ, എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കണ പൈസയാണ്. എൻ്റെ ഹസ്ബൻഡ് കുറച്ച് സാമ്പത്തിക സ്ഥിതിയുള്ള വീട്ടിലെയാണ്. എന്നിട്ട് അദ്ദേഹം തന്നെ പറയും, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കണം മുഴുവൻ ഇത് അടി കൂടെ പാവങ്ങൾക്ക് എടുത്ത് കൊടുക്കും എന്ന് പറയും തമാശയ്ക്ക്. അതൊക്കെ ഞാൻ ചെയ്യും. അതുകൊണ്ട് തൃശ്ശൂരുകാരെ അതുകൊണ്ടായിരിക്കും ഈ എത്ര ചവിട്ടിയും കുത്തി ഞാൻ എന്നെ 900 വോട്ടിനെ തോൽപ്പിക്കാൻ പറ്റിയുള്ളൂ അവർക്ക്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുറേ കഴിയുമ്പോൾ ജനങ്ങൾ എന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ.